ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ ഒന്ന് നോക്കിയാലോ. ഇന്ന് വെണ്ടയ്ക്കയാണേ. ഒരു 1/4 കിലോ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയെടുത്ത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒപ്പം ഒരു സബോള അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെക്കാനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ സബോളയും ഒരു 1/2 ടീസ്പൂൺ പൊടിയിപ്പും കൂടെ ചേർത്ത് ഒരു 30 സെക്കൻഡ് വഴറ്റിയെടുത്ത് അതിലേക്ക് വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് വഴറ്റി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. 2 മിനിറ്റിന് ശേഷം തുറക്കാട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് പൊടികൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളൊക്കെ ഒന്ന് വെണ്ടയ്ക്കയിൽ പിടിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു വഴുവെന്നുള്ളൊരു ടൈപ്പല്ലേ. ഇനി അതെല്ലാം ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ അതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് ചിക്കി കൊടുക്കുക. ഇനി ഒരു 3 ടീസ്പൂൺ തേങ്ങ ചിരവിയതും ഉണക്കമുളക് ചതച്ചും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തേങ്ങ ഒരിക്കലും ഒഴിവാക്കരുത്. തേങ്ങയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി അവസാനം ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഊണ് വിളമ്പാം. ചോറിലേക്ക് ചക്കക്കുരുവും മുരിങ്ങയും കൂടെയുള്ള കറിയും നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരനും ഒരു കണ്ണിമാങ്ങ അച്ചാറും 2 തൈര് മുളക് വറുത്തതും. അപ്പോൾ ഇനി പോയി കഴിച്ചാലോ. അപ്പോൾ ഓക്കെ, ബൈ.